ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്ത വിമാന റൂട്ടാണ് ഈ ചിത്രത്തിലുള്ളത്. സാധാരണയിൽ നിന്ന് 600 കിലോമീറ്റർ അധികം പറന്നാണ് നെതന്യാഹു സെപ്റ്റംബറിൽ നടന്ന ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. അന്ന് തന്നെ അത് വലിയ വാർത്തയായിരുന്നു. ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി പൂർണ്ണമായി ഒഴിവാക്കി മെഡിറ്ററേനിയൻ കടൽ വഴി വളഞ്ഞാണ് യാത്ര ചെയ്തത്. എന്താണ് അതിന് കാരണം? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറന്റിനെ പേടിച്ചാണ് നെതന്യാഹുവിന്റെ ഈ റൂട്ട് മാറ്റം. ഇതിപ്പോൾ പറയാൻ കാരണം നെതന്യാഹുവിനെതിരെ തൊയ്ബ് എർദോഗന്റെ തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന അറസ്റ്റ് വാറന്റിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് തുർക്കിയുടെ അറസ്റ്റ് വാറന്റിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് വാദിക്കുന്നവരാണ് നെതന്യാഹു അനുകൂലികൾ. എന്നാൽ അതല്ല, തുർക്കിയുടെ അറസ്റ്റ് വാറന്റിൽ ചില കാര്യങ്ങളുണ്ട്. അതിൽ നെതന്യാഹുവിനെ തീർത്തും കുഴപ്പത്തിലാക്കുന്ന ചിലതുണ്ട്. ന്യൂയോർക്കിൽ സുഹ്റാൻ മംദാനിയുടെ വിജയത്തിലൂടെ അമേരിക്കയിലാകെ ഉരുത്തിരിഞ്ഞിട്ടുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ അറസ്റ്റ് വാറന്റിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച ചില പ്രത്യാഘാതങ്ങളുണ്ട്. അതായത് ഗാസ വിഷയത്തിൽ വെറുതെ ഇരിക്കാൻ താൻ ഒരുക്കമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ. നെതന്യാഹുവിനെതിരെ ഗാസ വംശഹത്യയിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് എർദോഗൻ നടത്തിയത് കരുത്തുറ്റ ഒരു നയതന്ത്ര നീക്കമാണ് എന്ന് തന്നെ പറയാം. ഇത് എർദോഗനെ സംബന്ധിച്ചും തുർക്കിയെ സംബന്ധിച്ചും മധുര പ്രതികാരവുമാണ്.